യെസ്, അങ്ങനെ വാർത്തകൾ വിശദമാകുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടെ കടക്കുകയാണ്. ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ഇന്നലെയാണ് പോട്ടയിലെ ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, ഞെട്ടിപ്പിക്കുന്ന വാർത്ത. പട്ടാപ്പകൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ പ്രേക്ഷകരൊക്കെ കണ്ടതാണ്. എന്തായാലും ഈ പ്രതിക്കായുള്ള തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ തുടരുന്നു എന്നുള്ള വാർത്തകൾ അടക്കിയുള്ള അതിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോഷ്ടാവിനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോട്ട ബാങ്ക് കവർച്ച നടത്തിയ ആളെ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. വണ്ടിയുടെ നമ്പർ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അയൽ ജില്ലകളിലും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. രാത്രിയിലെ തിരച്ചിൽ ഇന്നലെ വിഫലമായിരിക്കുന്നു. ഇന്നത്തെ പകൽ വളരെ നിർണായകമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ തുടരുകയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഉള്ളത്. യെസ്, എന്തായാലും പ്രതി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, വളരെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ടുപേരുണ്ട്. യെസ്, പ്രതി ഈ കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അഖിൽ വിവരങ്ങൾ നൽകാനായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, ഈ സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ, അതിൽ 2 പേരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്കായുള്ള 2 പേർ, അതായത് ഈ കൃത്യം നടത്തിയത് ഈ 2 പേരാണെന്ന് മനസ്സിലാക്കണം. 2 പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ ദൃശ്യത്തിൽ നിന്ന് അഖിലിന് വ്യക്തമായി മനസ്സിലാക്കുന്നത്? ഒപ്പം തന്നെ ഇതുവരെയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വിവരവും ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ പോലീസ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അഖിൽ, എങ്ങനെയാണ് ഇന്നത്തെ അന്വേഷണങ്ങൾ പുരോഗമിക്കുക? എന്തൊക്കെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു? ജിൽസി, അതിൽ 2 പേരില്ല. നമുക്ക് ബാഗ്, അതായത് ഈ പണം എടുത്തു വെച്ച് കൊണ്ടുപോയ ബാഗാണ് അതിൽ പുറകിലുള്ളത്. അത്തരത്തിൽ അത് 2 പേരായിരിക്കുന്ന പോലെ തോന്നുന്നതാണ്. ഒരാൾ തന്നെയാണുള്ളത് എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അങ്കമാലി ഭാഗത്തേക്ക് പോയി, അതായത് എറണാകുളം ആലുവ ഭാഗത്തേക്ക് നീങ്ങി അങ്കമാലി ഭാഗത്തു നിന്നും പ്രതി സഞ്ചരിക്കുന്ന CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു. ആലുവ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് അന്യ സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ജില്ലകളിലടക്കം വ്യാപിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രത്യേക 25 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ചാലക്കുടി DVSP ആയിട്ടുള്ള സുമേഷ് നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. 25 സംഘമുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംഘമാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പരിശോധന പ്രതിക്കായി നടത്തുന്നു. കാരണം ഇന്നത്തെ ഈ ഒരു പകൽ ഏറെ നിർണായകമാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ ഈ അന്വേഷണം നടന്നതിന് തൊട്ട് പിന്നാലെയുള്ള മണിക്കൂറുകളൊക്കെ തന്നെ അന്വേഷിച്ചപ്പോഴും ഈ അങ്കമാലിയിലേക്ക് എത്തുന്ന ഒരു CCTV ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഇത് ആരാണെന്നോ ഇയാളുടെ വണ്ടിയുടെ നമ്പർ പോലും കൃത്യമായി പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ പ്രധാന വെല്ലുവിളിയായി പോയത്. കാരണം ഈ ബാങ്കിലെ CCTV അടക്കം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് വലിയ നിലവാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അതിൽ ഈ നമ്പർ പ്ലേറ്റ് ഒന്നും വളരെ കൃത്യമായി തന്നെ കിട്ടിയിരുന്നില്ല. വണ്ടി നിർത്തിയത് തന്നെ അനുയോജ്യമായ രീതിയിൽ നമ്പർ പ്ലേറ്റ് കിട്ടിയിരുന്നില്ല. പ്രതി ഹെൽമെറ്റ് ധരിച്ചിരുന്നു, കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. അതായത് കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു. കത്തി, ഒരു ചെറിയ പേന കത്തി പോലുള്ള കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ഇവരെയൊക്കെ തന്നെ അതിനുള്ളിലേക്ക് 2 പേരെ വാഷ്റൂമിനുള്ളിലേക്ക് മാറ്റുകയും അതിനുശേഷം ഈ ക്യാബിൻ അടിച്ചു തകർത്ത ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഈ ക്യാബിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു. അതായത് 45 ലക്ഷത്തോളം രൂപ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതി എടുത്തുകൊണ്ടുപോയത് ഈ ATM നിന്നും അതായത് അധികമായി വരുന്ന പണം എടുത്തുകൊണ്ടുവന്ന ശേഷം ആദ്യമായി എടുത്തുകൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ച പണം എന്നാണ് DIG പറഞ്ഞത്. ആ ടേബിളിൽ വെച്ചിരുന്ന ആ 15 ലക്ഷം 3 കെട്ടുകൾ മാത്രമാണ് പ്രതി ഈ ബാഗിലേക്ക് എടുത്തിട്ടുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ കൂടുതൽ ആളുകളൊക്കെ അറിഞ്ഞ് പിടിക്കപ്പെട്ടാലോ എന്നുള്ളതുകൊണ്ട് കിട്ടിയ പണം എടുത്ത് കൊണ്ടുപോകുക എന്നായിരിക്കും ഒരുപക്ഷെ പ്രതി കരുതി കാണുക. എന്തായാലും 3 കെട്ടുകൾ 15 ലക്ഷം രൂപ, അതും ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ തീരുന്ന ഒരു വളരെ പെട്ടെന്നുള്ളൊരു മോഷണം. അതായത് തൊട്ടടുത്തൊക്കെ കടകൾ, വളരെയധികം ഒരു തിരക്കുള്ള സ്ഥലമാണ്. തൊട്ടടുത്തൊക്കെ ധാരാളം കടകളുണ്ട്. പക്ഷേ അവരൊന്നും ഈ ശബ്ദമൊക്കെ കേട്ട് അറിഞ്ഞില്ല. അപ്പോൾ അതായത് അവരെത്തുന്നതിന് മുമ്പ് തന്നെ, ചെറിയൊരു ബഹളം കേട്ട് അവരെത്തുന്നതിന് മുമ്പ് തന്നെ പ്രതി സ്ഥലം വിട്ടിരുന്നു എന്നുള്ളതാണ്. ആ പ്രതി എത്തിയത് ഈ പോട്ട, അതായത് ദേശീയപാത വഴി വന്ന പോട്ട സിഗ്നലിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ടാണ് പ്രതി ഉള്ളിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം പ്രതി പോയിരിക്കുന്നത് പക്ഷേ ഇട റോഡുകൾ വഴിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് ഈ സ്ഥലമൊക്കെ അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ആസൂത്രണം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസും നമ്മളൊക്കെ നില തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇയാൾക്ക് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പട്ടാപ്പകൽ ഇങ്ങനെ ഒരു മോഷണം നടത്തുന്നു, ഈ ഉച്ച സമയത്ത് ഇത്ര ആളുകൾ ഉണ്ടാകും, താൻ ഒറ്റയ്ക്ക് പോയാൽ ആ മോഷണം അവിടെ നടത്താൻ കഴിയും എന്നൊക്കെ കൃത്യമായ ഒരു ബോധ്യം ഈ മോഷ്ടാവിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്തരത്തിലൊരു റിസ്ക് ആ സമയത്ത് എടുക്കണമെങ്കിൽ കൃത്യമായി ആ ബാങ്കിലുള്ള ആളുകളുടെ സ്ട്രെങ്ത് പോലും ഇയാൾക്ക് അറിയണമെന്ന് മനസ്സിലാക്കണം. കാരണം ഇത്ര ആളുകളാണ് ഉണ്ടാവുക, ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു കൃത്യമായ ആസൂത്രണത്തോടെ വന്ന് ചെയ്ത ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഇടപാടുകൾ നടത്താനെന്ന പേരിൽ അവിടെ വന്ന് ഒരുപാട് നിരീക്ഷണമൊക്കെ നടത്തിയ ഒരാളായിരിക്കണം എന്തായാലും ഈ ഒരു കവർച്ചയ്ക്ക് പിന്നിൽ എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ?